ലോകം കണ്ട ഏറ്റവും വലിയ നേതാവ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ഖബർ ഒരു ചാണിലപ്പുറം ഉയരമില്ല. അബൂബക്കർ റളിയല്ലാഹു അൻഹുവിന്റെ ഖബർ ഒരു ചാണിലപ്പുറം ഉയർത്തിയിട്ടില്ല. ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ ഖബർ ഒരു ചാണിലപ്പുറം ഉയർത്തിയിട്ടില്ല. മൗലവി, നിങ്ങൾ മക്കത്തും നിങ്ങൾ മദീനത്ത് പോയപ്പോൾ അതൊക്കെ കണ്ടിരുന്നോ? അത്ര കൃത്യമായിട്ട് പറയാൻ ഞങ്ങൾ കണ്ടിട്ടില്ല, ആരും കണ്ടിട്ടില്ല. പക്ഷേ അത് കണ്ട സഹാബിമാര് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്, സഹാബത്തിനെ കണ്ട താബീകൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്, അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ പേരക്കുട്ടി റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അവരൊക്കെ ആ ഖബർ കാണുന്ന കാലത്ത്, ആ ഖബറിനെ കാണാൻ കഴിയാൻ പറ്റിയിരുന്ന കാലത്ത് അവർ കണ്ടപ്പോൾ ഭൂമിയിൽ നിന്ന് ഒരു ചാണിലപ്പുറം ഈ 3 ഖബറുകളും ഉയർത്തപ്പെടാത്ത നിലക്കാണ് എനിക്ക് കാണാൻ സാധിച്ചതെന്ന് ഹദീസിന്റെ ഗ്രന്ഥങ്ങളിൽ, ചരിത്രത്തിന്റെ ഗ്രന്ഥങ്ങളിൽ നമുക്ക് കാണാൻ സാധിക്കുന്നു. എങ്കിൽ പിന്നെ ഇന്നവിടെ പച്ചക്കുബ്ബയില്ലേ മൗലവി? നിങ്ങൾ മദീനത്ത് പോകുമ്പോ അവിടെ ഒരു കുബ്ബത്തുൻ ഖദറ, ഒരു പച്ചക്കുബ്ബ കാണാനില്ലേ? ആ പച്ചക്കുബ്ബ ആരാ ഉണ്ടാക്കിയത്? നിങ്ങൾ പഠിച്ചോ? ചരിത്രം പഠിച്ചിട്ടുണ്ടോ? ഇവരുടെയൊക്കെ ധാരണ അല്ലാഹുവിന്റെ റസൂൽ മരിക്കുമ്പോ പറഞ്ഞിട്ടുണ്ട് എന്നാണ് തോന്നുക, ഞാൻ മരിച്ചു കഴിഞ്ഞാൽ നല്ല പ്രൗഢിയുള്ള കുബ്ബയുണ്ടാക്കണേ എന്ന് നബി തങ്ങൾ വസിയ്യത്ത് കൊടുത്തിട്ടുണ്ടോ? മറിച്ചല്ലേ പറഞ്ഞത്? ലഅനത്തുല്ലാഹി അലൽ യഹൂദി വന്നസാറ, ജൂതന്റെയും ക്രിസ്ത്യാനിയുടെയും മേൽ അല്ലാഹുവിന്റെ ശാപമുണ്ടാകട്ടെ. എന്തേ കാരണം? ഇത്തഖദൂ ഖുബൂറ മസാജിദ, അവരവരുടെ നബിമാര് മരണപ്പെട്ടാൽ അതിന്മേൽ പള്ളികൾ ഉണ്ടാക്കി, എടുപ്പുകൾ ഉണ്ടാക്കി. അതുകൊണ്ട് എന്റെ സമൂഹമേ അലാ അറിയണേ, ഫഇന്നി അൻഹാകും അൻ ദാലിക, ഞാനിതാ നിങ്ങളോട് അക്കാര്യം വിരോധിക്കുന്നു. അങ്ങനെ ജൂത നസറാനികൾ ചെയ്തതുപോലെ എന്റെ ഖബർ അങ്ങനെ ആക്കല്ലേ. അല്ലാഹുവിന്റെ റസൂൽ അങ്ങനെ പറഞ്ഞോ? മറിച്ച് പാടില്ലെന്നല്ലേ പറഞ്ഞത്? പിന്നെ എന്നാടോ കുബ്ബ വന്നത്? റസൂലുള്ളാഹിയുടെ ശേഷം പിന്നെ അബൂബക്കർ റളിയല്ലാഹു അൻഹുവിന്റെ കാലത്ത് അബൂബക്കർ സിദ്ദീഖാണോ കുബ്ബയുണ്ടാക്കിയത്? ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹു ആണോ കുബ്ബയുണ്ടാക്കിയത്? ഉസ്മാൻ റളിയല്ലാഹു അൻഹു ആണോ കുബ്ബയുണ്ടാക്കിയത്? അതൊന്നുമല്ല, 4 ഖലീഫമാരുടെ കാലത്തുമില്ല എന്ന് വേണ്ട. റസൂലുള്ളാഹിനെ കണ്ട മുഴുവൻ സഹാബികളും മരിച്ചുപോയി, താബിഈങ്ങളും വന്നു. ഷാഫി ഇമാം കണ്ടിട്ടില്ല, അഹ്മദ് ഇബ്നു ഹംബൽ ഇമാം കണ്ടിട്ടില്ല, അബൂ ഹനീഫ ഇമാം കണ്ടിട്ടില്ല, മാലിക് ഇമാം കണ്ടിട്ടില്ല. അവരൊന്നും ഉള്ള കാലത്ത് ആ നബി തങ്ങളുടെ ആ ഖബറിന്റെ മീതെ ഒരു എടുപ്പ്, ആ നിലക്കുള്ള ഒരു കുബ്ബയും അവിടെ നിർമ്മിച്ചിട്ടില്ല. കൊല്ലങ്ങൾ എത്രയോ കഴിഞ്ഞു പോയിട്ട് ഹിജ്റ 678 മദീനത്ത് ആദ്യമായി കുബ്ബയുണ്ടാക്കിയത്. ചരിത്രം പഠിച്ചോ? ഹിജ്റ 678 അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ അവിടുന്ന് അങ്ങോട്ട് ഹിജ്റ പോയ കാലം മുതൽക്ക് എണ്ണിയാൽ ഇന്ന് എത്തി നിൽക്കുന്നത് ഹിജ്റ 1446 678 കൊല്ലം കഴിഞ്ഞിട്ടാണ് അവിടെ കുബ്ബുണ്ടാക്കുന്നത്. 1233 കൊല്ലം, ഇപ്പൊ 1200 കൊല്ലം മുമ്പാണ് ഇതിന് പച്ച പെയിന്റ് അടിച്ച് പച്ചക്കുബ്ബയാക്കുന്നത്.